കോഴിക്കോട് കുന്നമംഗലത്ത് 8ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് മർദ്ദനം. ചക്കാലക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയെ സീനിയർ വിദ്യാർത്ഥികളാണ് മർദ്ദിച്ചത്. മുടി വെട്ടിയ സ്റ്റൈലും കാലിൽ ധരിച്ച ചെരുപ്പും ചോദ്യം ചെയ്തായിരുന്നു മർദ്ദനം. വിദ്യാർത്ഥിയെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബെൻസൺ ബാബു ചേരുന്നു വിവരങ്ങളുമായി. ബെൻസൺ, എന്താണ് ഇത്? ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെയാണോ വിദ്യാർത്ഥികൾക്ക് മർദ്ദനം? എന്താണ് കൂടുതൽ വിവരങ്ങൾ? സ്വാതി, ഇന്നലെ ഉച്ചയോട് കൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. കുന്നമംഗലം ചക്കാലക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയായിട്ടുള്ള മുഹമ്മദ് അസ്ലഹ് എന്ന വിദ്യാർത്ഥിയെയാണ് സീനിയർ വിദ്യാർത്ഥികളായ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, അത് 15ഓളം വിദ്യാർത്ഥികൾ കൂട്ടം ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു എന്നാണ് ഈ വിദ്യാർത്ഥി പരാതിയിൽ പറയുന്നത്. ഇന്നലെ പരീക്ഷയ്ക്ക് ശേഷം ഈ വിദ്യാർത്ഥിയെ മറ്റ് സീനിയർ വിദ്യാർത്ഥികൾ 15ലധികം വരുന്ന സീനിയർ വിദ്യാർത്ഥികൾ സ്കൂളിന്റെ ഒഴിഞ്ഞ കോമ്പൗണ്ട് പ്രദേശത്തേക്ക് മാറ്റിക്കൊണ്ടു പോവുകയും ഇത്തരത്തിൽ മുടി വെട്ടിയതും അതോടൊപ്പം തന്നെ കാലിൽ ധരിച്ച ചെരുപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുകയും അത് അത്തരത്തിൽ വലിയ സംഘർഷത്തിലേക്ക് പോവുകയും ഈ വിദ്യാർത്ഥിയെ കൂട്ടം ചേർന്ന് മർദ്ദിക്കുകയുമായിരുന്നു. ഇതിനുശേഷം ഈ വിദ്യാർത്ഥി സ്കൂൾ ബസ്സിലായിരുന്നു വീട്ടിലേക്ക് പോയിക്കൊണ്ടിരുന്നത് സ്ഥിരമായി. പക്ഷേ ഈ വിദ്യാർത്ഥികൾ ചേർന്ന് ഈ അസ്ലഹിനെ സ്കൂൾ ബസ്സിൽ കയറാൻ സമ്മതിച്ചില്ല. പിന്നീട് സ്വകാര്യ ബസ്സിൽ ഏറെ വൈകിയാണ് ഇന്നലെ വീട്ടിലെത്തുന്നത്. അങ്ങനെ വീട്ടിലെത്തി വീട്ടുകാർ പരിശോധിക്കുമ്പോഴാണ് ഈ മൂക്കിൽ നിന്ന് ഉൾപ്പെടെ ചോര വരുന്ന അവസ്ഥയിൽ ഈ വിദ്യാർത്ഥിയെ കാണുന്നത്. അങ്ങനെ തുടർന്ന് പരിശോധിക്കുമ്പോൾ ദേഹമാസകലം ഇത്തരത്തിൽ മർദ്ദനമേറ്റ പാടുകൾ ഉണ്ടായിരുന്നു. തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഗുരുതരമായ പരിക്കുകളൊന്നും തന്നെ ഇല്ല എങ്കിലും വിദ്യാർത്ഥിക്ക് ഏറെ നേരം മർദ്ദനമേൽക്കുകയും വലിയ രീതിയിലുള്ള മാനസിക സംഘർഷം ഉണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് വിദ്യാർത്ഥി പരാതിയിൽ പറയുന്നത്. എന്തായാലും ഈ കുടുംബം ഇന്ന് പോലീസിൽ പരാതി നൽകും എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. സ്കൂൾ അധികൃതരെയും ഈ വിവരം അറിയിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ എന്തായാലും ചെറിയൊരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെയാണ് സീനിയർ വിദ്യാർത്ഥികൾ അത്തരത്തിൽ മർദ്ദിച്ചിരിക്കുന്നത്. അതിൽ കൃത്യമായിട്ടുള്ള നടപടി അടക്കം എടുക്കേണ്ടതുണ്ട് ഇക്കാര്യത്തിൽ എന്നുള്ളതാണ്.